അതായത് ഈ ലഹരി ബോധവൽക്കരണ പരിപാടികൾ നടക്കാറുണ്ട്. ഇപ്പോൾ ലഹരി ഒരു വലിയൊരു വിപത്തായിട്ട് മാറിയിട്ടുണ്ട് സമൂഹത്തിനും പ്രത്യേകിച്ച് യുവതലമുറയ്ക്കും. അപ്പോൾ അതിനെതിരെ സ്കൂൾ തലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ എന്തെങ്കിലും നമ്മുടെ താല്പര്യങ്ങൾ മറ്റൊരു രീതിയിലോട്ട് മാറ്റിവിടണമല്ലോ. ഒന്നെങ്കിൽ കലാപരമായിട്ടോ കായികപരമായിട്ടോ നമ്മുടെ അഭിരുചികൾ മാറ്റിവിടുമ്പോഴാണ് ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിയുക. അപ്പോൾ പുതിയ തലമുറയെ പുതിയൊരു ജീവിതശൈലിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൂംബ ഡാൻസ് ഈ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിലെ മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ 8ാം ക്ലാസ്സിലെ കലാപഠനം എന്ന പുസ്തകത്തിൻ്റെ കൂടെ ഈ സൂംബ ഡാൻസ് ഒരു പഠന വിഷയമാക്കിയിട്ടുണ്ട് നമ്മുടെ കേരള സിലബസിൽ. ഏതാണ്ട് 1,60,000-ഓളം അധ്യാപകർ സൂംബ എന്ന് പറയുന്ന ആ ഒരു കലാരൂപം എന്ന് പറയാം, ഒരു വ്യായാമം എന്ന് പറയാം, അത് പരിശീലിച്ച് കുട്ടികളെ പഠിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല ഇനിഷ്യേറ്റീവാണെന്നാണ് പറയുന്നത്. കാലത്തിനൊത്ത് കോലം മാറണമല്ലോ, നല്ല ഇനിഷ്യേറ്റീവായിട്ടാണ് നമുക്ക് മനസ്സിലാകുക. പക്ഷേ അതിനെതിരെ ഇപ്പോൾ ഒരു കൂട്ടർ രംഗത്ത് വന്നേക്കുക. ഈ ഇസ്ലാമിക് വിസ്ഡം മൂവ്മെൻറ്റ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നേതാവ് ഒരു അഷ്റഫ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതാണ് കറക്റ്റ് പേര്. അവർ പറഞ്ഞേക്കുന്നത് ഇത് ആൺ പെൺ കലർന്ന് അല്പവസ്ത്രം ധരിച്ച് ഈ സംഗീതത്തിനൊപ്പം ഡാൻസ് കളിക്കുന്ന ഏർപ്പാടാണ്. അതിന് എൻ്റെ കുട്ടികളെ, അയാളും ഒരു അധ്യാപകൻ കൂടിയാണ്, എൻ്റെ കുട്ടികളെ വിട്ടുതരില്ല, ആ പരിപാടിക്ക് ഞങ്ങളില്ല, അതിനെതിരെ എന്ത് നടപടി ഉണ്ടായാലും അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ അത്തരത്തിൽ എന്താ പറയുക, ആൺ പെൺ കലർന്ന അല്പവസ്ത്രം ധരിച്ച് തുള്ളിച്ചാടുന്ന ഏർപ്പാടിനെയാണ് ഈ സൂംബ എന്ന് പറയുന്നത്. അത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയ്ക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലല്ലോ. ഇപ്പം ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് പെണ്ണെപ്പോഴും ചാക്കിനകത്തിരിക്കുക. ഇവരുടെ ഒരു ബുർഖ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് പെണ്ണിരിക്കുക, കയ്യും കാലും ഒന്നും പുറത്ത് കാണിക്കരുത്. ഒരു സമൂഹത്തിനെ മാത്രം കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അതിനുള്ള നല്ല ആളുകളുണ്ട്. ഇതുപോലുള്ള ചില ഈ എന്താ പറയുക, ഇവൻ്റെ ഒന്നും സൂക്കേട് നേരെ ചൊവ്വയൊന്നും തീരത്തില്ല. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്ത്രീയും ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയാൽ ഇപ്പോൾ ഒരു കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ കുടുംബം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടം, എവിടെയെങ്കിലും ഒരു ചെറിയ തൊഴിലും പോകാത്തവരായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെയൊക്കെ പറയുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ വീട്ടിലെ മക്കളുടെ ഒരു ജീവിത രീതി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ആ കുട്ടികൾ എന്തെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ സൂംബ കളിച്ചില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് ഇരിക്കും. ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അടിത്തറകളാണ്. ഇയാൾ കണ്ടിട്ട്, അപ്പോൾ ഇയാൾ ഈ മൊബൈലിലൊക്കെ അല്പവസ്ത്രം ധരിച്ച് സൂംബ ഡാൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത് അല്പവസ്ത്രധാരണം എന്ന് പറയുന്നത്. അല്പവസ്ത്രം ധരിച്ച് ഈ സ്ത്രീകളൊക്കെ കിടന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ സൂംബ എന്ന് പറയുന്ന ഒരു വിദേശ ഉൽപ്പന്നമാണ്. അവിടുത്തെ വിദേശത്തെ ഒരു വസ്ത്രധാരണ രീതി അത് വേറെയാണ്. അവർ ചിലപ്പോൾ ബിക്കിനിയൊക്കെ ധരിച്ചിട്ടാവാം സൂംബ കളിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് അല്പവസ്ത്രം ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരു പ്രത്യേക ടീഷർട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ പാന്റാണ്. അങ്ങനെയാണ് അവരുടെ ഇവിടുത്തെ അല്പവസ്ത്രം ധരിച്ചാൽ എന്താ, അത് കാണുന്നവന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. ഇപ്പൊ അതനുസരിച്ച് അവർ ധരിക്കട്ടെ. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആലുവയിലുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അല്പവസ്ത്രം ധരിച്ചിട്ടോ സൂംബ ഡാൻസ് കളിച്ചിട്ടോ ആണോ? അല്ല. അവന്റെ കാമഭ്രാന്ത് അവൻ തീർത്തത് 5 വയസ്സായ കുട്ടിയുടെയിലാണ്. ഇപ്പൊ ഇവനെ പോലുള്ളവരാണ് ഈ സമൂഹത്തെ ഒരിക്കലും, അതായത് ഈ പഴയ രീതിയിൽ തന്നെ സമൂഹം ചിന്തിക്കണം, നിൽക്കണം എന്ന്. ഇപ്പോൾ നമ്മളൊക്കെ പണ്ട്, ഇപ്പൊ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് എന്നെ വളർത്തുന്നത് പിന്നെ അന്യ വീട്ടിൽ പോവേണ്ടതാണ്, അതുകൊണ്ട് കുറച്ച് പതുക്കെ സംസാരിക്കണം, ഉറച്ച് സംസാരിക്കരുത്, ഉറച്ച് ചിരിക്കരുത്, പിന്നെ അപ്പുറം ഒരു എപ്പോ നോക്കിയാലും നമ്മുടെ മൈൻഡില് അന്യ വീട്ടില് ഇത് തന്നെയാണ്, നമ്മൾ അന്യ വീട്ടിലേക്കുള്ള സാധനമാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മളെ മൈൻഡിലങ്ങായി. അത് മാത്രമല്ല, ഈ നാട്ടുകാരെ പേടിച്ചൊരു ജീവിതം കൂടെ ഉണ്ട്. നാട്ടുകാർ നമ്മൾ അങ്ങനെ തുണിയിടുമ്പോൾ നാട്ടുകാർ ഇങ്ങനെ കാണുമോ നമ്മൾ ഇങ്ങനെ തുണിയിട്ട ഈ ഒരു വല്ലാത്തൊരവസ്ഥ നമ്മളെ ഉള്ളിൽ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ ആര് മാറ്റിയാലും നമ്മൾ മാറത്തില്ല. നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ പെട്ടുപോകും. എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്. ഒരു 3-4 മാസം മുമ്പ് ഞാനൊരു സ്ലീവ്ലെസ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇടുന്നതാണ് സ്ലീവ്ലെസ് ഉടുപ്പെന്ന് പറയുന്നത്. അത് വിട്ട് ഞാൻ പുറത്തൊന്നുമല്ല, എൻ്റെ അമ്മയുടെ കൂടെ കാറിൽ ഒരു ക്ഷേത്രം വരെ പോയതാണ്. അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, ഈ നിൽക്കുന്ന പുരുഷന്മാരെല്ലാം നിന്നെ തന്നെ നോക്കുന്നു, ഈ കയ്യില്ലാത്ത ഉടുപ്പിട്ടുകൊണ്ടാണെന്ന്.
എന്റെ അമ്മ എന്നോട് പറയുന്നതാണ്. അവരൊക്കെ നോക്കുന്നുണ്ടോ, ഇത് കുടുംബത്തിന് ചേർന്നതാണോ ഇതൊക്കെ? ഒരു ടീച്ചറാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതേവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് തന്നെ ഇങ്ങനത്തെ ചിന്താഗതി വെച്ച് പറയുന്നതാണ്. ഇപ്പോഴും നമ്മൾ രാത്രി ഒന്ന് ബസ് യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് ബസ്സിലൊന്നും രാത്രി പോകാൻ പാടില്ല, പോയ അപ്പം നമ്മളെ പിടിപ്പിക്കും. നമുക്ക് കോൺഫിഡൻസ് തരേണ്ടവർ നമ്മളോട് പറയുകയാണ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർ നിന്നെ നോക്കുന്നത്, ഇങ്ങനെ നീ കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ ഉള്ള സ്വാഭാവികമായിട്ട് എന്റെ മൈൻഡിൽ നിന്ന് ഇനി എന്നെ ചാവാൻ കുഴിക്കൊണ്ട് വെക്കുന്നത് വരെ ഇതെന്റെ മൈൻഡിൽ നിന്ന് മാറില്ല. അതൊരു കാലഘട്ടത്തിന്റെ ചിന്താഗതിയാണ്. അല്ല, ഇപ്പൊ ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു വ്യായാമ ഇനമാണല്ലോ. അപ്പോൾ അത് നിഷ്കർഷിക്കുന്ന ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓട്ട മത്സരത്തിന് അതിന് പറ്റുന്ന ഡ്രസ്സ് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് ഓടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ പട്ടുപാവടയും ബ്ലൗസോ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ഓടാൻ പോലുള്ള അവസ്ഥ? ബുർഗയായിട്ട് ഓടാൻ പറ്റും. ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒരു പിടി പിടിക്കണം, ഒരൊറ്റ ഓട്ടം ഓടണം. സാരി ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പൊക്കി ഒരു പിടി, ഒരൊറ്റ ഓട്ടം, പാടൊന്നുമില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു പ്രത്യേക ആളുകളെ സംബന്ധിച്ച് എല്ലാവരും ഇല്ല, മുസ്ലിം സംഘടനകളിൽ കുറേ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ടത്തെ കാലത്താണ് 15-16 വയസ്സാകുമ്പോൾ പെമ്പിള്ളേരെ കണ്ടി. ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറി നോക്കണം, 24-25 വയസ്സായ പെമ്പിള്ളേര് ജോലി ചെയ്ത് ജീവിക്കുന്നു. അവർ വിവാഹിതരായിട്ടില്ല. അവർക്ക് കല്യാണത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പോലും അവർക്ക് കല്യാണം അതെന്തിനാ എന്നാ അവർ ചോദിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു വീഡിയോ കണ്ടില്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ച ഒരു പെൺകുട്ടി പിന്നെ സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങിച്ചതിന് അവിടെ നിൽക്കുന്ന ഉസ്താദ് മുസ്ലിയാരൊക്കെ പറയുന്നത് നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനായില്ല. ഒരു കുട്ടി അവളെ കഴിവ് തെളിയിച്ച് അവള് ഫുൾ A+ വാങ്ങിച്ചതിന് അവള് സ്റ്റേജിൽ കയറിയതിന് പരസ്യമായിട്ട് അതിനെ അധിക്ഷേപിക്കണം. ആ പരസ്യ അധിക്ഷേപം അവളെ മൈൻഡിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും. പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്നത് ഏതൊക്കെ കാലം വരെ അവളെ മൈൻഡിൽ അത് ഉണ്ടാവും. ഇനി അവൾക്കൊരു സ്റ്റേജിൽ കയറാനുള്ള ഒരു ഭയം ഉണ്ടാവില്ല എപ്പോഴാണെങ്കിലും. അപ്പോൾ ഇങ്ങനത്തെ കുറെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇവർ ഭയങ്കര രീതിയിലൊക്കെ സംസാരിക്കും. ഒരുപാട് ഇവരെന്തുകൊണ്ടാണ് ഇറാനെയും പാകിസ്ഥാനെയൊക്കെ സ്നേഹിക്കുന്നത്? അവിടുത്തെ സ്ത്രീകളെ ഇപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്ത്രീകൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമില്ല. പാട്ട് കേൾക്കാനോ സംഗീതോപകരണങ്ങൾ പിന്നെ മ്യൂസിക് കേൾക്കാനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമില്ല. അത് തന്നെ ഇവിടെ നടപ്പിലാക്കാനാണ് ഇവിടെ കുറെ എണ്ണം ഇങ്ങനെ നടക്കുന്നത്. ഇല്ലെങ്കിൽ കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്ത ഇയാൾക്ക് എന്ത് പ്രശ്നമാണ്? അല്ല, ഇവിടെ സൂംബയുടെ വിഷയം പറയുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്ക് അവധിക്കാലത്ത് സെൻസസിന് പോകുന്നുണ്ട്. അവധിക്കാലത്ത് അവർക്ക് കാര്യമായ ജോലി ഇല്ല എന്ന് പറയാം. പക്ഷെ അല്ലാത്ത സമയത്ത് തന്നെ അവർക്ക് വലിയൊരു വർക്ക് ലോഡുണ്ട്. ഉദാഹരണത്തിന് സ്കൂൾ മെസ്സ്, ഉച്ചഭക്ഷണ പദ്ധതി, പെർ ഹെഡ് ഒരു കുട്ടിക്ക് 6 രൂപ 40 പൈസ അലോക്കേറ്റ് ചെയ്തേക്കുന്നു. ആ സമയത്ത് അവർ ഇപ്പോൾ മുട്ട ബിരിയാണിയോ ഒക്കെ കൊടുക്കണം. ഇതിനുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ആരും പറയുന്നില്ല. ഇപ്പം എൻ്റെ കുട്ടി പഠിച്ച സ്കൂളിൻ്റെ അവസ്ഥ, അവിടെ ഈ കുട്ടികൾക്ക് ഈ ബർത്ത്ഡേ വരുമ്പോൾ സാധാരണ സ്കൂളിൽ മിഠായി ലഡുവൊക്കെ വിതരണം ചെയ്യുമല്ലോ, അതവർ സ്കൂളിൽ വിലക്കി. എന്നിട്ട് അവർ ഒരു നിർദ്ദേശം വെക്കുന്നു, ഈ പച്ചക്കറി കൊണ്ടുവരിക. അപ്പോൾ കുട്ടികൾ ഒരു പച്ചക്കറി കിറ്റാണ് ബർത്ത്ഡേ ആയിട്ട് കൊടുക്കുക. നല്ല കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ, അതായത് ആ സ്കൂളിൽ ഒരു 100-300 കുട്ടികളെ പഠിക്കുന്നു. വലിയ സ്കൂളൊക്കെയുള്ള കുട്ടികൾ പഠിക്കുന്നതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല. കാര്യം അധ്യാപകരുടെ നിവൃത്തികേടാണ്. അപ്പോൾ ആ തരത്തിൽ, അതായത് ചില സ്കൂളിലൊക്കെ അധ്യാപകർ കഞ്ഞി വെക്കുന്നുണ്ട്. കാര്യം അവിടുത്തെ പാചക തൊഴിലാളിക്ക് കൊടുക്കാൻ ഫണ്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ എന്താ പറയുക, ഭക്ഷണം ഒരുക്കണം. ഈ 6 രൂപ 40 പൈസ വെച്ച് ഇപ്പോൾ ബിരിയാണി അടക്കം ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അധിക ജോലിയായിട്ട് ഈ സൂംബ ഡാൻസൊക്കെ വരുന്നത്. അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. ചിലയിടത്തൊക്കെ നടക്കുമായിരിക്കും, എല്ലായിടവും നടക്കണമെന്നില്ല. ഇല്ല, പക്ഷെ നല്ലതെന്ന് ഞാനും പറയൂ. കാരണം ഈ രാവിലെ തൊട്ട് അത്യാവശ്യം നല്ലതെന്ന് പറയാൻ എനിക്കൊരു കാരണം കൂടിയുണ്ട്. കാര്യം ഇന്ന് മിക്ക സ്കൂളുകളിലും ഈ കളിസ്ഥലം എന്ന് പറയുന്നതില്ല. ഉള്ള കളിസ്ഥലമൊക്കെ MLA-യുടെ മറ്റേ ആസ്തി വികസന ഫണ്ടിൻ്റെ കെട്ടിടങ്ങളാണ്. പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പുതിയത് പണിയലല്ല, പുതിയത് പണിയായിട്ട് പഴയ കെട്ടിടങ്ങളൊക്കെ പ്രാവുകൾക്ക് കാഷ്ടിക്കാനുള്ള സ്ഥലമായിട്ട് പല സ്കൂളുകളിലും കിടക്കുന്നു, സർക്കാർ സ്കൂളുകളിൽ. അപ്പോൾ കളിസ്ഥലങ്ങളെല്ലാം ഇപ്പോൾ കെട്ടിടങ്ങളായിട്ട് മാറി. അപ്പോൾ കുട്ടികളൊന്ന് വ്യായാമം, ഒന്ന് ഓടിച്ചാടി നടക്കണ്ടേ, അതിനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ പിന്നെ അവർക്കുള്ള പോസിബിലിറ്റി ഇതൊക്കെയാണ്. അല്ല, ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, കുട്ടികളാകുമ്പോൾ രാവിലെ ചെന്ന് ഉറക്കം എണീറ്റ് പല്ലി കഴിച്ച് ഡ്രസ്സ് ഇട്ട് നമ്മൾ അവരെ വാഹനത്തിൽ കയറ്റി വിടും. അവരതിൽ തന്നെ ഇരിക്കുന്നു. നേരെ ചെന്നിറങ്ങുന്നത് സ്കൂളിൽ, അവിടെ ഇരുന്ന് പഠിക്കുന്നു. തിരിച്ച് അതേ ബസ്സിൽ കയറി വീട്ടിൽ വരുന്നു.
വീട്ടിൽ വന്ന് അവർക്ക് പിന്നെ അടുത്ത് ആഹാരം കഴിച്ച് ഒന്നീ ട്യൂഷന് പോകുന്നു, അല്ലെങ്കിൽ അവർ ഹോംവർക്ക് ചെയ്യുന്നു, കുറച്ചു നേരം ടി വിയുടെ മുന്നിലിരിക്കുന്നു, പിന്നീട് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഒരു വ്യായാമം അവരുടെ ശരീരത്തിന് കിട്ടുന്നില്ല. സ്കൂളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായി അവർക്ക് ശരീരം അനങ്ങി ഒന്ന് പണി ചെയ്യുന്നൊക്കെ നമ്മൾ പറയില്ല, അത് അവർക്ക് ശരീരം അനങ്ങാനുള്ള ഒരു. മാത്രമല്ല ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. അതെ, അത് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ അരിയാഹാരം കൂടുതൽ കഴിക്കുന്നവരാണ്, മുട്ടയും മാംസവും ഒക്കെ ആവശ്യത്തിന് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്ത് അടിഞ്ഞുകൂടുന്ന അജീർണം എന്ന് പറയുന്ന സാധനം ഇപ്പം എൻ്റെ ശരീരത്തെ ആവശ്യത്തിനുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ ചെറുപ്പത്തിലേ തന്നെ വന്ന് കൂടുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ വ്യായാമം വേണം. അപ്പോൾ സൂംബയെങ്കിൽ സൂംബ, മറ്റെന്തെങ്കിലുമെങ്കിൽ അത് അനുവദിക്കുക. അത്രേ ഉള്ളൂ. അഷ്റഫെ അനുവദിക്കുക പ്ലീസ്.